ഹായ് എവരി വൺ. ഓസ്ട്രേലിയയിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗിനെ ജോയിൻ ചെയ്യണോ അതോ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ OBA പാത്വേ ഡയറക്റ്റ് ആയിട്ട് ചെയ്യണോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് പല കാൻഡിഡേറ്റും ചോദിക്കാറുണ്ട്. BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ രജിസ്ട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന നമ്പർ 1 കൺസൾട്ടൻസിയാണ്. സോ നമ്മൾക്ക് ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നഴ്സസ് ചോദിക്കാറുണ്ട്, മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാമോ എന്ന്. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. OBA പ്രോസസ്സ് എന്ന് പറയുമ്പോൾ NCLEX-RN OSCE ലാംഗ്വേജ് ടെസ്റ്റ്, ഈ ഒരു ലെങ്തി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. അതല്ലാതെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. പക്ഷേ പല നഴ്സസും നമ്മളെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർ മാസ്റ്റർ ഓഫ് നഴ്സിംഗിന് ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ NCLEX-RN എഴുതേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞങ്ങൾ വിചാരിച്ചത് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്നാണ്. അങ്ങനെ കുറേ ക്ലാരിഫിക്കേഷൻസ് ചോദിച്ച് നഴ്സസ് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഡെസ്മയുടെ കാൻഡിഡേറ്റ്സ് തന്നെ ഓസ്ട്രേലിയയിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ OBA പാത്വേ ചെയ്യാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. ലീഡിംഗ് ടു രജിസ്ട്രേഷനും ഉണ്ട്, അതല്ലാതെ നോർമൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗും ഉണ്ട്. ലീഡിംഗ് ടു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 വർഷമാണ്. മിനിമം കോഴ്സ് ഫീസ് വരുന്നത് 22 ലക്ഷം മുതൽ 28 ലക്ഷം രൂപ പെർ ഇയർ വരുന്നൊരു കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്കും ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് നോക്കുവാണെങ്കിൽ മോർ ദാൻ ഒരു 50 lakhs കോഴ്സ് ഫീസ് മാത്രം വരുന്നുണ്ട്. കോഴ്സ് ഫീസ് കൂടാതെ നിങ്ങൾ പോകുമ്പോഴുള്ള എക്സ്പെൻസ്, ഷോമണി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന നഴ്സാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ചൂസ് ചെയ്യുമ്പോൾ ലീഡിംഗ് ടു രജിസ്ട്രേഷനുള്ള മാസ്റ്റർ ഓഫ് നഴ്സിംഗ് മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലീഡിംഗ് ടു രജിസ്ട്രേഷനുള്ള മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിവിടെ നാട്ടിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ജോയിൻ ചെയ്യുമല്ലോ. ആ സമയത്ത് നിങ്ങൾ കോളേജിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? അതിൻ്റെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിലെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ലീഡിംഗ് ടു RN ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിനേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വെച്ച് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതല്ലാതെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ഉണ്ട്. അത് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ലീഡിംഗ് ടു രജിസ്ട്രേഷൻ ആയിരിക്കില്ല. 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 25 മുതൽ 28 ലക്ഷം രൂപയുടെ ഉള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് കഴിഞ്ഞാലും കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് NCLEX-RN OSCE ലാംഗ്വേജ് ടെസ്റ്റ്. അല്ലാതെ നിങ്ങൾ ഈ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 മാസ്റ്റേഴ്സും തമ്മിൽ നിങ്ങൾ ഫസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ഓപ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ബെറ്റർ ഫ്യൂച്ചർ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ഓസ്ട്രേലിയൻ സ്റ്റഡീനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഫിനാൻഷ്യലി അത്ര ബാക്കപ്പ് ഇല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം എന്തായാലും നിങ്ങൾ NCLEX-RN OSCE ലാംഗ്വേജ് ടെസ്റ്റും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1 year ടൈം എടുക്കുന്നുണ്ട്. കോസ്റ്റും ഒരു 8 to 8.5 lakhs കോസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ഓസ്ട്രേലിയയിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആവും. സോ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ഫസ്റ്റ് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസ് ആണെങ്കിൽ ഞാൻ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലീഡിംഗ് ടു രജിസ്ട്രേഷൻ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് എടുക്കാൻ തന്നെ പറയുകയുള്ളൂ. കാരണം എന്തായാലും നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോവുകയാണ്. സോ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. സ്റ്റുഡൻറ്റ് വിസ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ
ഏറ്റവും സക്സസ് റേറ്റ് ഉള്ളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സെക്കൻഡറി ഓപ്ഷനായിട്ട് വെക്കുക. ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് തന്നെ നോക്കുക. കാരണം വിസ സക്സസ് റേറ്റ് എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്. നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ലീഡിങ് ടു രജിസ്ട്രേഷൻ ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ 2 വർഷം പഠിച്ചതിന് ശേഷം രജിസ്റ്റേർഡ് നഴ്സായിട്ട് രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അതല്ല മാസ്റ്റർ ഓഫ് നഴ്സിംഗ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എവിടെയാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ OBA പാത്വേ കംപ്ലീറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് നഴ്സായി പിന്നെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. സോ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുക്കാൻ കാര്യം പല നഴ്സസും അവർ പഠിച്ചു തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ഇത് ലീഡിങ് ടു രജിസ്ട്രേഷൻ അല്ലാത്ത മാസ്റ്റേഴ്സ് ആണ്, ഇനിയും OBA പ്രോസസ്സ് ചെയ്താലാണ് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ, അത് ആദ്യം അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഡെസ്മ ഇൻ്റർനാഷണൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗിൻ്റെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസിലാണ് നമ്മൾ അഡ്മിഷൻസ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നഴ്സിംഗ് രജിസ്ട്രേഷൻ നോക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാസ്റ്റർ ഓഫ് നഴ്സിംഗോ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സോ ഓസ്ട്രേലിയയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ അതല്ല ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.